ഹായ്, നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇടുക. അതേപോലെ ലൈക്കും ഷെയറും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റൗവിലേക്ക് ഇതേപോലെ ഒരു ഉരുളി വെച്ച് കൊടുക്കുക. അതിന് തീ കൊളുത്തി കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് പാചകത്തിന് ആവശ്യമായിട്ടുള്ള, ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് വെച്ച് ഉരുളി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആദ്യം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ചേർക്കുക. സവാള നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അത് നല്ല വഴണ്ട് വരികയുള്ളൂ. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കണം. നമുക്ക് എരിവിന് വേണ്ടി പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കും. ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല രുചിയായിരിക്കും. ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നമുക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ റോസ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ഇത് കുറച്ച് നേരം നല്ല വഴന്ന് വന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടുകയുള്ളൂ. നമുക്ക് എളുപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യം, ഇതിനകത്തേക്ക് കുറച്ച് നമുക്കൊരു സ്പൂൺ ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പം വഴണ്ട് വരുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എളുപ്പം ഒന്ന് ആകാൻ വേണ്ടി ഇതേപോലെ അടപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. കുറച്ച് നേരം നിന്ന് വെന്ത് വരും. കുറച്ചുകൂടെ ബ്രൗൺ ആവണം. എങ്കിലും അത് ടേസ്റ്റ് ആയിട്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല രുചിയായിട്ട് വരികയുള്ളൂ. ഏകദേശം നല്ല കുറേ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള ഒരു 3 തക്കാളിയുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം. ടൊമാറ്റോ നമുക്ക് വേണമെങ്കിൽ ഗ്രേവിക്ക് വേണ്ടി ഇത് അരച്ചും ചേർക്കാം, നല്ല രുചിയായിരിക്കും. ഞാനിപ്പോൾ നേരിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയതുകൊണ്ട് നേരിട്ട് തന്നെ ഇട്ട് വഴറ്റുകയാണ്. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം അടുത്ത മസാലയും കൂട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കാം. ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ഏകദേശം ഒരു കുറേ സമയം എടുത്തു, നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാനുള്ള മസാലകളൊക്കെ ചേർക്കാം. ആവശ്യമുള്ള മസാല കൂട്ടുകൾ ചേർക്കുകയാണ്. സ്റ്റൗ ഒന്ന് സ്പീഡ് കുറച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാല കൂട്ടുകൾ ചേർക്കാം. ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനോടൊപ്പം നമുക്ക് എരിവിന് വേണ്ടിയും ആവശ്യത്തിനുള്ള കളറും കിട്ടുന്ന രീതിയിൽ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്. ഞാനൊരു 2 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. ഞാൻ ഉപ്പ് നേരത്തെ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മസാല പരുവമാകാൻ വേണ്ടി നല്ല രീതിയിൽ അതിൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരും. ഉണ്ടല്ലേ, ഇപ്പം തന്നെ ഒരു ഗ്രേവിയുടെ ഒരു പവർ വരുന്നുണ്ട്. നല്ല കാണാൻ തന്നെ ഒരു ഇതുണ്ടാവും, കളർഫുള്ളായിട്ട് തന്നെ വരും ഇത്. ഇതിനോടൊപ്പം കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് രുചിക്കാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും അത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടിനെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് ഞണ്ട്. ഇതിനെ നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് അത് നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളിലും പിടിക്കാൻ വേണ്ടി കണക്കിന് ഇളക്കി കൊടുക്കും. ചെയ്യുമ്പോൾ തന്നെ മസാലയുടെ ഒരു മണം നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഇതും കൂടെ ചേർത്ത് വരുമ്പോൾ വേറൊരു ഫ്ലേവറായിരിക്കും. രണ്ടും കൂടെ ചേർത്ത് അത് ഇളക്കി വരുമ്പോഴേക്കും എരിവ് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഞാനിതിനകത്ത് കുരുമുളകെല്ലാം ചേർക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഉള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. നമുക്ക് ഗ്രേവി ആവശ്യമാണ്. ഇതൊന്ന് വേകണമെങ്കിൽ നമുക്കിത് കുറച്ച് വെള്ളവും കൂടെ കൊടുത്താൽ മാത്രമേ നല്ല നിന്ന് വേവൂ. ഞാനിതിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത്രയും ഒന്ന് ഇതിലേക്കുള്ള മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കണം. ഇതിലേക്കിനി നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിത്
ഇത് നമ്മുടെ ഈ മസാല നിന്ന് വേകണം, എങ്കിൽ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ, നമുക്ക് നല്ല രുചിയായിട്ട് കിട്ടുകയുള്ളൂ. ഉപ്പ് നേരത്തെ ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് കുറച്ച് അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ മസാലയിൽ രുചി നോക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം. ഇതിനി ഒന്ന് നല്ല കട്ടിയായി വരണമെങ്കിൽ മാത്രമേ അതിന് നല്ല രുചി ആവുകയുള്ളൂ. നമുക്കിത് കുറച്ച് നേരം ഒന്ന് വേവിക്കാൻ വയ്ക്കാം, കുറച്ചുകൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇതൊരു 10-15 മിനിറ്റ് വരെ വേണ്ടി വരും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. 10-15 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നമുക്കിത് മുഴുവനായിട്ട് വീഡിയോ അതിൽ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചുരുക്കിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും വീട്ടിൽ ഞണ്ട് വാങ്ങിച്ച് ചെയ്യുക. ഇപ്പോൾ ഞണ്ട് കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലൊക്കെ നന്നായിട്ട് ഞണ്ട് കിട്ടുന്നതാണ്. നല്ലപോലെ ഗ്രേവിയൊക്കെ അതിൽ എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞണ്ട് കറി നിങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇനിയും നല്ല നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. ഇനി നിങ്ങളുടെ അറിവുകൾ നമ്മളെയും പങ്കുവയ്ക്കുക. അടുത്ത പുതിയ വീഡിയോ ചെയ്യാൻ നിങ്ങളിൽ നിന്നൊരു നല്ലൊരു പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. താങ്ക് യു.